Okay, next question നോക്കാം. Which of the following is the main reason to provide frog in the bricks? A. Print manufacturer's name. B. Form keyed joint between brick and mortar. C. Improve thermal insulation. D. Reduce the weight of the brick. Okay, ബേസിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ് മെയിൻ റീസൺ നമ്മൾ ഫ്രോഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്താണ് ബ്രിക്കിൽ, അതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ബേസിക് ആയിട്ട് കണ്ടു കാണാം അല്ലെ, ഫ്രോഗ് നമ്മുടെ ബ്രിക്കിന്റെ മേളിൽ ഒരു ഇംപ്രഷൻ പോലെ കാണും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ജനറൽ ആയിട്ടുള്ള നീഡ് എന്താണ് ഫ്രോഗിന്റെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ മാനുഫാക്ചറിന്റെ നെയിം എഴുതാനാണ് നമ്മൾ സ്പേസ് വിടുന്നത്. അവിടെയാണ് നമ്മൾ എവിടെ എഴുതുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രോഗിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് അല്ലെങ്കിൽ വോയിഡ് നിങ്ങൾ കണ്ടു കാണാം, അതിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ബ്രിക്കിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ മോട്ടർ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താണ് ഈ ഒരു വോയിഡ് ഗ്യാപ്പിനാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മോട്ടർ ഫില്ല് ചെയ്യും, ഇങ്ങനെയാണ് മോട്ടർ ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ മേളിലാണ് നമ്മൾ നെക്സ്റ്റ് ബ്രിക്ക് വെക്കുന്നത്. ഓക്കെ, ഇതിന് മേളിലാണ് നമ്മൾ നെക്സ്റ്റ് ബ്രിക്ക് വെക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള മെയിൻ ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ് മാനുഫാക്ചറിന്റെ നെയിം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടു പ്രൊവൈഡ് ഷിയർ കീ. ഓക്കെ, ഷിയർ കീ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ബ്രിക്ക് മെഷീനറിയിൽ അല്ലെങ്കിൽ നമ്മൾ ബ്രിക്ക് വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം, സിമെന്റ് മോട്ടർ വെച്ച് നമ്മൾ ജോയിന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലാറ്ററൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ ലാറ്ററൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഷിയർ കീ എന്ന് പറയും. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കമ്പോണന്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫ്രോഗ് ആണ്. ബ്രിക്കിൽ ഫ്രോഗ് ആണ് നമുക്ക് ലാറ്ററൽ സ്ട്രെങ്ത് മെഷീനറി വർക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ലാറ്ററൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ഫ്രോഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും? ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, മെയിൻ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചർ നെയിം ആണ്, പക്ഷെ മെയിൻ റീസൺ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഷിയർ കീ അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ലാറ്ററൽ ഡയറക്ഷനിൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയത് ഫോം കീഡ് ജോയിന്റ് ബിറ്റ്വീൻ ബ്രിക്ക് ആൻഡ് മോട്ടർ. നല്ല ബോണ്ട് ഫോം ചെയ്യും ബിറ്റ്വീൻ ബ്രിക്ക് ആൻഡ് മോട്ടർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following process pug mill is used? A. Burning of bricks. B. Drying of bricks. C. Molding of clay. D. Preparation of clay. Okay, അപ്പോൾ നമ്മൾക്ക് അറിയാം ബേസിക് ആയിട്ട് എന്താണ് ബ്രിക്കിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അപ്പോൾ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. എന്താണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, സെക്കൻഡ് മോൾഡിംഗ് ഓഫ് ക്ലേ, തേർഡ് ഡ്രൈയിങ് ഓഫ് ബ്രിക്ക്, ഫോർത്ത് ബേണിംഗ്. ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലും സ്പെസിഫൈ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് അൺസോയിലിംഗ്. ഓക്കെ, അൺസോയിലിംഗ് അത് ഫസ്റ്റ് ആണ്. സെക്കൻഡ് എന്താണ് ഡിഗിങ്. സെക്കൻഡ് എന്താണ് ഡിഗിങ്. ഓക്കെ, ഡിഗിങ്. തേർഡ് എന്താണ്? തേർഡ് ക്ലീനിങ്. ഫോർത്ത് എന്താണ്? ഫോർത്ത് വെതറിങ്. ഫിഫ്ത്ത് പാരാമീറ്റർ ആണ് നമ്മുടെ ബ്ലെൻഡിങ്. സിക്സ്ത് പാരാമീറ്റർ ആണ് നമ്മുടെ ടെമ്പറിങ്. ഓക്കെ, ടെമ്പറിങ്. ഓക്കെ, അപ്പോൾ ടെമ്പറിംഗിൽ സ്പെസിഫൈ ചെയ്യുന്ന പാരാമീറ്റർ ആണ് നമ്മുടെ പഗ് മിൽ എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറിംഗിൽ സ്പെസിഫൈ ചെയ്യുന്ന പാരാമീറ്റർ ആണ് നമ്മുടെ പഗ് മിൽ. അപ്പോൾ ജനറൽ ആയിട്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് പഗ് മിൽ യൂസ്. പഗ് മിൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബേണിംഗ് ആണോ, ഡ്രൈയിങ് ആണോ, മോൾഡിംഗ് ആണോ? അത് മൂന്ന് പാരാമീറ്റർ അല്ല. അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിലാണ് വരുന്നത്. അതിലും സ്പെസിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടെമ്പറിംഗ് എന്ന പ്രോസസ്സിലാണ് നമ്മൾ പഗ് മിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് അൺസോയിലിംഗ്, സെക്കൻഡ് ഡിഗിങ്, ക്ലീനിങ്, വെതറിംഗ്, ബ്ലെൻഡിങ്, പിന്നെയാണ് നമ്മുടെ ടെമ്പറിംഗ്. അതിന്റെ കാറ്റഗറിയാണ് ചോദിച്ചിട്ടുള്ളത്. പഗ് മിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പഗ് മിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ടെമ്പറിംഗ് പ്രോസസ്സാണ്. അപ്പം ബേസിക് ആയിട്ട് നമ്മുടെ ആൻസർ ഏതാവും? ബേസിക് ആയിട്ട് നമ്മുടെ ആൻസർ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിലാണ് പഗ് മിൽ യൂസ് ചെയ്യുന്നത്. സ്പെസിഫൈഡ് ആൻസർ നമുക്ക് തന്നിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടില്ല, പക്ഷേ അതിന്റെ സബ് കാറ്റഗറിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഡി എന്ന ആൻസർ ചെയ്യാം. ഓക്കെ, what is the actual size in mm of the standard modular brick as per Indian standards? A. 190 into 90 into 90. B. 200 into 90 into 90. C. 200 into 100 into 100. D. 229 into 114 into 76. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ബ്രിക്കിന്റെ കാറ്റഗറി ആണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ബ്രിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 19 into 9 into 9 ആണ് സെന്റിമീറ്ററിലാണെങ്കിൽ. ഓക്കെ, അതേപോലെ MM ലാണെങ്കിൽ എത്രയായിരിക്കും? 190 into
90 into 9. അതേപോലെ നമുക്ക് മോഡുലർ ബ്രിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് വിത്ത് മോട്ടർ ആണ് അല്ലെ. വിത്ത് മോട്ടർ ആകുമ്പോൾ ഏതാണ് വിത്ത് മോട്ടർ ആയിരുന്നെങ്കിൽ ഏതായിരുന്നു ആൻസർ 200 into 100 into 100. ഓക്കെ, പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രിക്ക് സൈസ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രിക്ക് സൈസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത് 190 into 90 into 90. ക്ലിയർ ആണല്ലോ. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following defects appears due to the presence of alkalis in the brick? A. Bloating, B. Black core, C. Crack, D. Efflorescence. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്നതാണ് എന്താണ് ആൽക്കലിയുടെ പ്രസൻസ് നമുക്ക് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ആവുന്നത്. എഫ്ലോറസൻസ് ഫോമിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വൈറ്റ് സർഫസ് ആയിട്ട് ഫോം ചെയ്യും. അത് ഏതിന്റെ പ്രസൻസ് കാരണമാണ്? ആൽക്കലി കാരണമാണ്. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? എഫ്ലോറസൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the percentage content of silica in a good quality brick earth? Okay, but percentage content സിലിക്കയുടെ presence ആണ് ചോദിച്ചിട്ടുള്ളത് in proportion, so in percentage. Okay, A 20 to 30, B 30 to 40, C 40 to 50, D 50 to 60. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ അലൂമിനേറ്റ് നമ്മൾ നോക്കിയതാണ്. എത്രയാണ് 20 to 30 അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ് സിലിക്കയുടെ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിലിക്ക എത്രയാണ് ബ്രിക്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശരിക്കും നമുക്ക് അറിഞ്ഞിരിക്കണം എത്രയാണ് 50 to 60 ആണ് സിലിക്ക. ഓക്കെ, 50 to 60 ആണ് നമ്മുടെ സിലിക്കയുടെ പെർസെൻറ്റേജ് പ്രൊപ്പോർഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ. അതേ കൂടാതെ വേറെ എക്സാംസ് എന്ത് ചോദിക്കാൻ പറ്റും? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ സിലിക്കയുടെ മെയിൻ വർക്ക് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ, അല്ലെങ്കിൽ സിലിക്കയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ടു മെയിൻലി ഇമ്പാർട്ട് സ്ട്രെങ്ത്. ഓക്കെ, സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാൻ, ബ്രിക്കിൽ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന പാരാമീറ്റർ അല്ലെങ്കിൽ കമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സിലിക്കയാണ്. ഓക്കെ, അതേപോലെ നമുക്ക് വേറെ എന്ത് ചോദിക്കാൻ പറ്റും? നമുക്ക് സിലിക്ക നമുക്ക് പ്രസന്റ്, ഇപ്പോൾ ഇത് നമുക്ക് സിലിക്ക ജനറലി നമ്മൾ പ്രസന്റ് ഇൻ ഫോം ഓഫ് ഏതിലായിരിക്കും? സിൽട്ട് ആൻഡ് ക്ലേ ആയിരിക്കും. ഓക്കെ, സിൽട്ട് ആൻഡ് ക്ലേയിൽ അങ്ങനെയും ചോദിക്കാൻ പറ്റും. അപ്പോൾ സിൽട്ട് ആൻഡ് ക്ലേയിൽ പ്രൊപ്പോർഷൻ പ്രസന്റ് ആവുന്നത് സിലിക്കയാണ്, അങ്ങനെയും ചോദിക്കാം. അതേപോലെ സിൽട്ട് ആൻഡ് ക്ലേയിൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുന്നത് എത്ര പ്രൊപ്പോർഷനാണ്? 50 to 60 ആണ്, അല്ലെങ്കിൽ എത്ര എക്സീഡ് ചെയ്യാൻ പാടില്ല? അത് 50 ആണ്, അതും അങ്ങനെയും ചോദിക്കാം. അങ്ങനെ n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇഫ് ഇൻ കേസ് 50 to 60 കേസ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, സിലിക്ക 50 to 60% എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ എക്സസിലാണെങ്കിൽ എന്താണ് നമുക്ക് പ്രശ്നം? അത് കൊഹഷനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ക്ലേ ആകുമ്പോൾ എന്താണ്, ക്ലേയിലാണ് നമ്മൾ ബ്രിക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലേയിൽ കൊഹഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൊഹഷനെ അത് ഡിസ്ട്രോയ് ചെയ്തിട്ട് നമ്മുടെ ബ്രിക്കിനെ അത് ബ്രിട്ടൽ നേച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാക്കും. ഓക്കെ, ബ്രിട്ടൽ നേച്ചറിലെ ഒരു ബിഹേവിയർ ആയിരിക്കും നമ്മുടെ ബ്രിക്ക് പിന്നെ നമുക്ക് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതിൽ ഹോൾ ലോഡ് അത്ര എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് അത് ബ്രേക്ക് ആവും. ഓക്കെ, അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രസൻസ് ഓഫ് കണ്ടന്റ് ഓഫ് സിലിക്ക ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാണ്? 50 to 60 ആണ്. അതേപോലെ ഇനി എക്സസിലാണെങ്കിൽ ഡിസ്ട്രോയ് കൊഹഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് മേക്ക് ദ ബ്രിക്ക് ബ്രിട്ടൽ. ഓക്കെ, ബ്രിട്ടൽ നേച്ചറിൽ നമുക്ക് ബ്രിക്ക് നമുക്ക് തരും. അതേപോലെ സിലിക്ക ഏതൊക്കെ പ്രൊപ്പോർഷനിലോ അല്ലെങ്കിൽ ഏതിലൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ സിൽട്ട് ആൻഡ് ക്ലേയിലാണ് ജനറലി നമ്മുടെ ബ്രിക്ക് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം എനിക്ക് മെയിനായിട്ട് സിലിക്കയുടെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാനാണ്, അതും നമ്മൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പം ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ,